വെൽക്കം ബോർഡ്. വൃത്തിയോട് കൂടിയിട്ട് ഇല തുടക്കുമെന്ന് പറഞ്ഞ എന്നോട്. ആ ഇതാ അങ്ങനെ നമ്മളെല്ലാവരും കാത്തു നിന്ന പേര് ഇതാ പറയാൻ കാണിക്കാൻ വേണ്ടി പോകാമെന്ന് സാഹചര്യം. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ പറഞ്ഞ ആ ഒരു ദിവസം എത്തി. ഇന്നാന്ന് കുട്ടീൻ്റെ പേരിലെ ചടങ്ങ്, പാല് കൊടുക്കൽ എന്നെല്ലാം പറയും. രാവിലെ എണീച്ചിട്ട് പല്ലും വെച്ചിട്ടില്ല, മുഖം വരെ കഴിയില്ല. ഉള്ള കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് മനസ്സിലാവും. ഞാൻ ഇപ്പം തന്നെ ഇത് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെഡിയാകുന്നതിന് മുന്നേ എടുക്കാൻ കാരണം ഇതുവരെ 7 മണി പോലും കാണാത്ത ആള് ഇന്ന് എണീച്ചിട്ട് ഞാൻ എണീക്കുന്നതിന് മുന്നേ അതാ മഹാത്ഭുതം. കണ്ടങ്ങൾ മുറ്റെല്ലാം കഴുകുന്നു രാവിലെ. എന്താല്ലേ ഓരോരോ ഉത്തരവാദിത്വം കാര്യങ്ങളെല്ലാം. അതാണ് അത് കണ്ടിട്ട് നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ മോശമില്ലേന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ എടുക്കുന്നത്. ഇല്ലെങ്കിൽ വിളിച്ചാൽ പോലും എണീക്കാത്തവർ. കാലത്തിന്റെ ഓരോരോ മാറ്റങ്ങളെ. അപ്പൊ ബാക്കിയാണ് ഇന്ന് റെഡിയായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇല്ലെങ്കിൽ ഇനിയും പലങ്കും തേക്കട്ടെ, എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് നമുക്കിത് കാണിക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ ഈ കോളിന്റെ ഇൻട്രോ പറഞ്ഞ് തുടങ്ങി. കത്തിയൊന്നു പോരെ. ഞാൻ രാവിലെ തന്നെ വിശാൽ എത്തിയിട്ടുണ്ട്. പറഞ്ഞ സമയത്തിനേക്കാളും 1 മണിക്കൂർ ലേറ്റായിട്ട് എത്തിയിട്ടുണ്ട്. കോൾമി എന്താ വിളിക്കണ്ടേ? കോൾമി താമരയാ എന്തോ ഒരു അങ്ങനെയല്ല. എന്നാ മോനെ, ഇതാ മോനെ വാവേൻ്റെ പേര് ഇതിൻ്റെ ഉള്ളിലുണ്ട് പോലും. ഇനിയെല്ലാം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടാ. ഇപ്പം പേരറിയുന്ന 3 ആളിൽ ഓളും ഇവനും 1 ഇവനും അല്ലടാ. അത് പ്രിന്റ് ചെയ്തവനും. എന്നാലും ഞനക്ക് കുറേ ഞാൻ ഇവൻ്റെ വഴി നടക്കുന്നു, എന്നിട്ട് പറഞ്ഞു തന്നില്ല. അപ്പോൾ നമ്മളെ പേര് ഇതിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. നമ്മളെ മാവേൻ്റെ പേര്. അപ്പോൾ നിങ്ങളെപ്പോലെ ഞാനും ആകാംക്ഷയാണ്. ചേട്ടാ നിങ്ങളെ പോയി എലി മുറിച്ച് വെച്ചിട്ട് അപ്പടെ ഒറ്റ പോക്കാ. ആരാ തുടക്കോ? ഞാനാ തുടക്കോ? അമ്മോ അതിനാന്ന് ഒരു കുളിയെല്ലാം കഴിഞ്ഞിട്ട് മതി. വൃത്തിയോട് കൂടിയിട്ട് ഇല തുടക്കുമെന്ന് പറഞ്ഞ എന്നോട്. വിചാരിക്കുന്നാലല്ല, കുറച്ച് കനവുണ്ട്. ഞാൻ മുഖം മാറുന്ന കണ്ടില്ല. എങ്ങനെ നീ ജിമ്മിന് പോകുന്നല്ലേ? പുറത്തേക്ക് എടുക്കാൻ അല്ല, അത് കണ്ടിട്ട് മുഖത്ത് കുളുത്തിയും കഞ്ഞി വന്ന് പിടിച്ചാൽ പോരാ. പുറത്തേക്കടാ. വന്നോട്ടെ. ഹലോ ഇങ്ങോട്ട്. കുറേ മിനിറ്റ് ഞാൻ വേറെ എൻ്റെ കോമഡി പിന്നെ പറഞ്ഞുതരാം. ബാക്കിയുള്ള അല്ല എൻ്റെ ഞാനിപ്പം പോയതും വന്നതല്ല, ഞാൻ ഇവരോട് പറഞ്ഞോളൂ. ഇതാ ഇവന്റെ ഇന്നത്തെ അല്ല നീ കല്യാണ ചെക്കനാ. എന്നാണ് ഇത്? ഞാൻ എന്റേതായി സൂപ്പറാന്ന് പറയുന്നത് കേട്ടാ. ആരും ഒന്നും കാണിച്ചു. അത് ഞാൻ പറഞ്ഞു അല്ല എൻ്റെ അടിപൊളിയാണ്. ഞാനങ്ങനെയാണ്. എല്ലാവരും വന്നിട്ടുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. ചെക്കനെ കൂട്ടാണ്. ചെക്ക പരീക്ഷയാണ്. ഒരാൾ ഉറക്കം. ആൾക്കാരെല്ലാം വന്ന് വരുന്ന പരിപാടി എന്ന് മനസ്സിലാവുന്നില്ല. നമ്മളെ ചുന്ദരിക്കുട്ടി ഉടുപ്പെല്ലാം ഇടിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും കുഞ്ഞി പാവാടിയപ്പി അല്ലേ അത്? അപ്പൊ എല്ലാം റെഡിയായി. ഏത് വാ എന്നാലും താഴെ ഇറങ്ങിക്കൂടെ? സമയമായില്ലേ? അത് ആടുന്ന് ഇടിപ്പിച്ചോ? എന്തരി അങ്ങനെ സമയം 12 മണിയായി. നമ്മൾ ഏതായാലും എല്ലാവരും താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ പാല് കൊടുക്കൽ ചടങ്ങ് ഇതാ ഏതാനും നിമിഷങ്ങൾക്കകം പേര് സായിച്ച് പുറപ്പെടുവിക്കുന്നതായിരിക്കും. പേര് വെളിപ്പെടുത്തുന്നതായിരിക്കും. എനിക്ക് അറിയണ്ടാ, ഇത് അറിയാനുള്ള ആകാംക്ഷ പറഞ്ഞതൊക്കെ. അതന്നെ ടൈറ്റ് ആക്കൊന്നും വേണ്ട.
പാവാടിട്ടാ നടന്നോ എനിക്ക് ചെയ്തതിൻ്റെ അടുത്ത് കൊടുത്തേ ചെയ്ത് എടുത്തിട്ട് അങ്ങോട്ട് പോയിക്കോളൂ. നീ ഉടുപ്പലിട്ട് ഞാനൊക്കെ നമ്മളിന്ന് ദൂരെ ഇരേശം അങ്ങോട്ട് ഇല്ല. നമ്മളെ മാച്ചും നല്ല രസമില്ലാണ്. ഇവരെ വലിയ മാച്ചൊന്നും ഇല്ലല്ലോ. താമര കൈക്കും നെഞ്ചത്തും എന്റെ അവര് താമര മാത്രമേ മാച്ചുള്ളൂ. നമ്മള് നോക്കിയാ ഫുൾ അടിമുടി മാച്ച് അല്ലേ? ആ വാ അങ്ങനെ അവനും കൂട്ടി താഴെ വന്ന് എത്തിയാ വാവാ എന്നിട്ട് ഇച്ചൂട്ടം തുടങ്ങിയിട്ടുണ്ട്. ഓ ഏച്ചി വാവാൻ ബാവയാ ഓത്തു ബാവാ. ഓ വാവേനെ കാണാൻ വാവാന്ന് കുറേ പറയും. ഒരു ഉമ്മ കൊടുത്തേ കടിക്കല്ലേ? ഓ അത് കൊടുക്കണോ? ഇല്ല മേടിക്കണോ? ഇരിക്കണോ? വെളുക്കത്തിച്ചാൽ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ കെടുകയും ചെയ്യും അല്ലേ? ഞാൻ കുറച്ച് തരാം. നല്ല പാടും ഇങ്ങനെ താഴ്ച കുട്ടിക്കരഞ്ഞാണം കിട്ടുകയായി. ഓ മൂന്നോട്ടെല്ലാം കെട്ടിപ്പിക്കുന്നുണ്ട്. കല്യാണത്തിന് കെട്ടിക്കുന്നത് പേര് പറയുന്നുണ്ട്. അതും ആരും കേൾക്കലെന്നാവും പറയുന്നു. ആരും ഇല്ല കുറച്ചും കൂടി നല്ല പറ. എന്തോ സ്വകാര്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ നമ്മളാരും കേൾക്കൂല എന്നാ പറയുന്നത്. നമ്മളത് കണ്ടാ മതി എന്നാ പറയുന്നത്. ഓക്കെ ആ ഇതാ അങ്ങനെ നമ്മളെല്ലാവരും കാത്തു നിന്ന പേരിതാ കാണിക്കാൻ വേണ്ടി പോകാമെന്ന് സാഹചര്യോട് ഞാൻ 4 ദിവസമായിട്ട് ചോദിച്ചിട്ടും പറഞ്ഞു തരാത്ത സാധനം. ഒരിക്കൽ പറ്റിച്ചെന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്നത് തുറക്കടാവുന്നു. You can call me Millie. Second. Sorry. അത്
സായി. അച്ഛൻ്റെ പേരെന്താ? സായി. ലക്ഷ്മൺ എന്നല്ല, ലക്ഷ്മൺ എന്ന് പറയുന്ന പോലെ. സായി സായി ഒന്നുമില്ല, അടിപൊളി പേര്. അച്ഛൻ്റെ പേര് പറയുന്നത് അങ്ങോട്ടേക്ക് കൂട്ടിട്ട് ഇടുക. കൈ ആ വെല്ലിച്ചൻ്റെ വെല്ലിച്ച എന്നാണ് വിളി. മിലിമോളെ മിലിയ അസായി. തിരക്കില്ലല്ലോ എന്ന് ചോദിച്ചു. റെഡി ചെയ്തുവിൻ്റെ കുറേശ്ശെ കൊടുത്താൽ ചെയ്തു. ഇന്ന് വലിയ പറഞ്ഞോടോ, അവൻ ചിലപ്പോൾ എലിയും മുത്തി കയറ്റും. പാലിൽ തട്ട്. ആ മതി, അതിൽ തന്നെ എഴുതി കൊടുക്കും. പേര് സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. ഞാൻ ശരിക്കും നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇപ്പോൾ അറിയുന്നു. അപ്പോൾ അടിപൊളി പേരാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഓക്കെ അല്ലേ? പേര് ഓക്കെ അല്ലേ? അപ്പം അങ്ങനെയുള്ളതാണ് കാര്യങ്ങൾ. അപ്പം നമ്മളെ പേര് വിളിച്ചടങ്ങ് അങ്ങനെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്ത ഭക്ഷണ പരിപാടി നോക്കാം. അത് വീട്ടിൽ നിന്ന് മില്ലി അതും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വെറും ഫുൾ പേര് മാത്രമല്ല, പിന്നല്ലേ നമ്മൾ ആലോചിക്കുക എന്നാൽ വിളിക്കുമെന്ന്. പക്ഷേ എല്ലാവരും വിളിക്കേണ്ടത് വരെ ഇവൻ കണ്ടു വെച്ചിട്ടുണ്ട്. വീട് നിന്നാ തൊട്ടിലാട്ടുന്ന പരിപാടി എന്തോ നടക്കുന്നുണ്ട്. കുട്ടീനെ രണ്ടാളും കൂടിയിട്ട് ഉറക്കലാവുന്നു. എന്നാ ഇതെന്ന പരിപാടി? ഓ വീടെടുക്കണം അങ്ങനെ. ഇനി ഇവർക്ക് ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാൻ പോലും. അപ്പോൾ ഈ സാധനം മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. മാറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ 2 വളയും മോതിരം എടുത്ത് മാറ്റി വെക്കാനോ. എടാ ഇത് എടി വെക്കണ്ട, അങ്ങനെ അതിപ്പുറം വെച്ചേ കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റാം. എണ്ണ ഉണ്ടായിക്ക അതിൻ്റെ വിളക്കന് ഇത് വെക്കണ്ടല്ലോ. ഇത് എടുത്തൂടെ ഇനി? ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു കഴിഞ്ഞല്ലോ കേട്ടോ. വെൽക്കം ബോർഡ് ഈട് ഇത് അടിപൊളിയായിട്ട് ഫോട്ടോസും കൂടി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം തിരക്കിൻ്റെ ഇടയിൽ കാണിക്കാൻ പറ്റുപോയി. ഇപ്പോൾ കാണിക്കുന്നല്ലേ. ടമാര ഇവൻസിൻ്റെ ടീമാട്ടോ ഇത്. ഉള്ളിലെല്ലാവരും തിരക്കിലുള്ള എല്ലാം കഴിഞ്ഞ് അങ്ങനെ തകർന്ന ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. നല്ലോണം പിടിക്കുന്നുണ്ട്. നല്ലോണം അങ്ങോട്ട് മുണ്ട ഇല്ലില്ല. മുണ്ട ഞാൻ നോക്കി, പക്ഷെ നല്ല ഒറ്റയടിക്ക് വൈറലാവും. എടുക്കട്ടെ. അപ്പോൾ ഫുഡിൻ്റെ പരിപാടി സ്റ്റാർട്ടായി. ചേട്ടാ ഒന്ന് നോക്കല്ലോ. ഫുഡിൻ്റെ പരിപാടി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ ഫോട്ടോൻ്റെ പരിപാടി തകൃതിയായിട്ട് നടക്കുന്നു. ഇവിടെ ആ സൈഡിൽ നിന്ന് ഫുഡിൻ്റെ പരിപാടി സ്റ്റാർട്ടായി. സമയം ഏകദേശം 1 മണി ആയിട്ടെ. ഇപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ്. അയ്യാ ഓ അവളെ കരച്ചില് ശരിയായ എല്ലാവരും നിങ്ങളല്ലേ അതിഥിയല്ലേ? കഴിക്കാണ്ടിക്കൂല. അതുപോലെ പിന്നെ ചവക്കാടെല്ലാം നിൽക്കുന്നുണ്ട്. കഷ്ടം വീഡിയോ എടുക്കുന്ന വെച്ചിട്ട് കുറച്ചും കൂടി ചോറ് പായസം. എല്ലാ കാര്യത്തിലും കൃത്യനിഷ്ഠതയും പറഞ്ഞതിനേക്കാൾ മണിക്കൂറുകൾ മുന്നേയും എത്തുന്ന ഏക ഫ്രണ്ട്സിന്റെ മുകളിൽ
ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അനീഷെല്ലാം ഇന്നലെ രാത്രി ആയിരുന്നു ദേവൂട്ടെ എനിക്കിതാ 2 മണിയായിരുന്നു കറക്റ്റ്. വണ്ടി വരൂലേ വണ്ടി അല്ല അത് ഞാൻ മനസ്സിലായി അത് ഇവൻ കൊണ്ട് നിന്നിട്ടുള്ള ഞാൻ പറയുന്നില്ല. ഞാൻ രാവിലെ വരണം എന്ന് പറഞ്ഞിട്ട് നേരത്തെ വരണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ സമയം നോക്കണോ എനിക്കെല്ലാം ഉണ്ടല്ലോ. ഞാൻ ഇത് വേറെയും പോയതുകൊണ്ട് മുമ്പിൽ ചെറിയൊരു എന്തോ ഒരു കറവല്ല ഞങ്ങൾ പേടി എന്നെ കാണാൻ അതുകൊണ്ട് ഇങ്ങനെ പൊന്നിച്ചു വെറുതെ അല്ല കയറുന്നാലും വാ അല്ല ഞാനും അതാ പറഞ്ഞേ. ആള് പറയണ്ട അതൊന്നും പറയണ്ടായിരുന്നു. പേരിലാളെ പോയി നോക്കും. പേര് വിളിയും കഴിഞ്ഞ് കൂട്ടി ബിരിയാണിയും കഴിച്ച് കടന്നുറങ്ങി. എന്നാലും പേര് കഴിച്ചിട്ട് ഒരു മര്യാദയില്ല. എന്നോട് കാണിക്കറിഞ്ഞ 2 മണിക്ക് വന്നിട്ട് മര്യാദയില്ല എനിക്ക് തരണ്ട. ഇപ്പോൾ വണ്ടി അവരങ്ങ് താഴെ വെച്ചിട്ടുള്ള. ഇപ്പം വന്നവരേതായാലും അവർ പോയി. ഇനി നമ്മൾ ഇവിടുത്തെ ടീംസ് മാത്രമേ ഉള്ളൂ. ഇനി അവരെ യാത്രയാക്കാൻ പോകുന്നില്ല. പോകണ്ട. പിന്നെ ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ട് വേണം പോയെ. എന്നാ ചെയ്യേണ്ടത് ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ സാധനമില്ലാത്ത ഒരു അച്ഛനാണ് പോലും. അച്ഛൻ മണവാളിനെ പോലെ കുപ്പായ വിട്ട് നടക്കാനില്ലാണ്ട് ഞാൻ പോയിച്ചോ. പരിപാടിയെല്ലാം കഴിഞ്ഞു. എല്ലാവരും പോയി. അടിപൊളിയായി ഗംഭീരമായി പരിപാടിയെല്ലാം കഴിഞ്ഞു. കുട്ടീൻ്റെ പേരെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം എല്ലാവരോടും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.